മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമദേവനും മഹാലക്ഷ്മിയെ കണ്ട് പേടിക്കുന്നുണ്ട്. അങ്ങനെ വാമദേവൻ ബോധം കെട്ട് വീഴുകയാണ്. ബോധം കെട്ട് വീഴുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീമന്തിനിയും മകളും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് വാമദേവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. മുഖത്തെല്ലാം വെള്ളം തളിച്ച് എണീപ്പിക്കുന്നു. എന്നിട്ട് വാമദേവനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുവാണ്. അന്നേരം പറയുന്നുണ്ട്, ഞാൻ മഹാലക്ഷ്മിയെ ഇവരുടെ കൂട്ടത്തിൽ കണ്ടു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാണ്ട് പേടിച്ച് അകത്തോട്ട് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ് മഹാലക്ഷ്മിയെ കണ്ട കാര്യം. അപ്പോൾ ഇതുവരെ മേഘം പറഞ്ഞതൊന്നും ഞാൻ ആദ്യം വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി മഹാലക്ഷ്മിയെ തന്നെയാണ് അവൻ കണ്ടതെന്നും മഹാലക്ഷ്മി പ്രേതമായിട്ട് നമ്മളെയൊക്കെ ഭയപ്പെടുത്താനായിട്ട് അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാമദേവൻ വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ഓണക്കോടിയുമായിട്ട് വെളുപ്പിന് തന്നെ മോഹിനിയുടെ അടുത്തെത്തുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെ അനന്തവും മാർക്കോയും അവിടെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ മോഹിനിക്ക് ഓണക്കോടിയെല്ലാം കൊടുത്ത് മോഹിനി വളരെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിക്കും ഒരു കമ്മലെല്ലാം മോഹിനി സമ്മാനിക്കുന്നുണ്ട്. പിന്നീട് കമ്മലെല്ലാം മോഹിനി മഹാലക്ഷ്മിക്ക് അണിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മോഹിനി പറയുന്നുണ്ട്, മോളെ ഞാൻ അതും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മോൾ അതുകൊണ്ട് അടുക്കളയിലോട്ട് വാ, മോക്ക് കഴിക്കാൻ ഞാൻ എന്തെങ്കിലും തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മേ ഞാനിപ്പോൾ അടുക്കളയിലോട്ട് വന്നാൽ മുത്തശ്ശിയും അച്ഛനും ഒക്കെ അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അവരെല്ലാം നല്ല ഉറക്കമാണ്, അതുകൊണ്ട് വാ, മോൾക്ക് ഞാൻ ദോശ ചുട്ട് തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ ദോശയൊക്കെ ചുട്ട് വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശി എഴുന്നേൽക്കുന്നുണ്ട്. ഇവരുടെ ഒച്ചയും അടുക്കളയിലെ സൗണ്ടും ഒക്കെ കേട്ട് മുത്തശ്ശി എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് താഴെ വീണ് അത് കേട്ട് പ്രതാപൻ പെട്ടെന്ന് ചാടി എണീക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനോട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണത്, നീ പേടിക്കാതെ കിടന്ന് ഉറങ്ങ് പ്രതാപ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മോഹിനി നീ ഇവിടെ എന്തെടുക്കാമെന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മി മോഹിനിയുടെ പിറകിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നീ എന്താണ് ഇപ്പോൾ ദോശ ചുടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഇപ്പോൾ വരികയില്ല, അതുകൊണ്ട് ഞാൻ ദോശയൊക്കെ ചുട്ട് വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുത്തശ്ശി തിരിച്ച് പോകുന്ന സമയത്ത് മുത്തശ്ശിക്ക് ഒരു സംശയം, മോഹിനിയുടെ പിറകിൽ ആരോ നിൽക്കുന്ന പോലെ മുത്തശ്ശിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന് മോഹിനിയെ മാറ്റി നോക്കുമ്പോഴേക്കും മഹാലക്ഷ്മീനെ കാണുന്ന മഹാലക്ഷ്മി അങ്ങനെ തുറിച്ച് മുത്തശ്ശീനെ നോക്കുന്ന സമയത്ത് മുത്തശ്ശി അലറിക്കൊണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അതേസമയം മഹാലക്ഷ്മി അവിടെ നിന്ന് പെട്ടെന്ന് മാറുന്നുണ്ട്. മുത്തശ്ശിയുടെ അലർച്ചയായിട്ട് പ്രതാപൻ ഓടി വരുന്നുണ്ട്. എന്താ അമ്മേ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും പറയുന്നത്, എടാ ഇവളുടെ മേത്താണ് മഹാലക്ഷ്മി കയറിയിരിക്കുന്നത്, ഞാൻ ഇവളെ ഇപ്പം മഹാലക്ഷ്മി ഇവിടെ കണ്ടു, പക്ഷേ ഇവളോട് പറയാൻ പറ്റില്ലല്ലോ, ഇവളുടെ മോളെയാണ് നമ്മൾ കണ്ടതെന്ന്, ഇവളുടെ മേത്താണ് കയറിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ മോഹിനിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മോഹിനി മഹാലക്ഷ്മി പോലെയൊക്കെ ഇടയ്ക്ക് പെരുമാറി ഇവരെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഗ്യാപ്പിൽ അവിടെ നിന്ന് മഹാലക്ഷ്മി പോകുന്നുണ്ട്. അങ്ങനെ അനന്തവും മാർക്കോയും കൂടെ മഹാലക്ഷ്മിയെ തിരിച്ച് കണ്ണൻ്റെ അടുത്ത് എത്തിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ഉണ്ണിയും കരുണയും കൂടെ വെളുപ്പിന് വരികയാണ്. ആ സമയത്ത് വണ്ടിയിൽ ആരോ മഹാലക്ഷ്മിനെ പോലെ ആരോ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, വണ്ടി ഒന്ന് സ്ലോ ആക്കാൻ പറയുന്നു. അങ്ങനെ വണ്ടി സ്ലോ ആക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പാസ് ചെയ്ത് പോകുന്നത് കാണുന്നുണ്ട്. അത് കരുണ പേടിക്കുന്നുണ്ട്. ആ കരുണയ്ക്ക് അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ കരുണയും മഹാലക്ഷ്മിയെ കാണുന്നുണ്ട്. അങ്ങനെ കരുണാലയത്തിലെത്തുന്ന കരുണ മുത്തശ്ശിയോടും പ്രതാപനോടും പറയുന്നുണ്ട്, അമ്മേ മുത്തശ്ശി ഞാൻ ഇതുപോലെ തന്നെ അവളെ ഇപ്പോൾ കണ്ടു, അവൾ തന്നെയാണ്, എനിക്കൊരു സംശയമില്ല, വണ്ടിയിൽ പോകുന്നത് പോലെ ഞാൻ കണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ പേടിക്കരുത്, നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ട്, നീ പേടിക്കരുത്, നിൻ്റെ അമ്മയുടെ ശരീരത്തിൽ തന്നെയാണ് അവൾ കയറിയിരിക്കുന്നത്, ഞാനും ഇപ്പോൾ അവളുടെ കണ്ടതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അത് കേൾക്കുമ്പോൾ കരുണയ്ക്ക് വളരെയേറെ പേടി വരുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം വന്ന് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രതാപനും പറയുന്നുണ്ട്. അതേസമയം കണ്ണൻ്റെ അടുത്തെത്തുന്ന മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണനോട്, എന്നെ മുത്തശ്ശി കാണുകയും ഞാൻ പ്രേതമാണെന്ന് വിചാരിച്ച് മുത്തശ്ശി അലറിക്കൊണ്ട് ഓടുക കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. പിന്നീട് കരുണാലയത്തിൽ സദ്യയെല്ലാം വിളമ്പി കൊടുത്തിരിക്കുന്ന മോഹിനിയെ ഇവരെല്ലാവരും കൂടെ തുറിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ മോഹിനിക്ക് മനസ്സിലായി എൻ്റെ മേത്ത് മോൾ കയറിയിട്ടുണ്ടെന്ന് ഓർത്താണ് ഇവരെന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്. അങ്ങനെ മോഹിനിയാണെങ്കിൽ പരമാവധി ഇവരെ പേടിപ്പിക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രതാപ് മോഹിനിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയെ പോലെ തോന്നുന്നുണ്ട് മോഹിനിനെ. അങ്ങനെ പ്രതാപം പേടിച്ചലർന്നൊക്കെ ഉണ്ട്.
പിന്നീട് തോമസ് വൈദ്യൻ്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടെ ഓണസദ്യ കഴിക്കുകയാണ്. അപ്പോൾ തോമസ് വൈദ്യനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, നമ്മുടെ മാർക്കോ ഇല്ലാത്തത് കൊണ്ട് ഒരു സുഖവും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈദ്യം പറയുന്നുണ്ട്, അവൻ എല്ലാ വർഷവും ഓണത്തിന് ഈ സമയത്ത് ഇവിടെ കാണില്ല, അവൻ ആരെയോ കാണാൻ വേണ്ടി പോകും, എത്ര പറഞ്ഞാലും അവനിവിടെ നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആരെ കാണാനാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ തോമസ് വൈദ്യം പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചാലും അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അതെന്താണെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാർക്കോ കാണാൻ ഉദ്ദേശിച്ച ആളുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അത് ആരാണെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിലാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.